നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ നിന്ന് ഹംപിയിലേക്കുള്ള യാത്രാമധ്യേ ഞാൻ ബാംഗ്ലൂരു നഗരത്തിലെത്തിയിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്ന് ഹംപിയോട് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ ഹൗസപ്പേട്ടിലേക്കുള്ള എൻ്റെ ട്രെയിൻ യാത്ര രാത്രിയിലായതിനാൽ സമയം ചെലവഴിക്കുന്നതിനായി ബംഗളൂരു നഗരം കാണാനിറങ്ങി. ബംഗളൂരു നഗരത്തിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും വിക്ടോറിയ ആശുപത്രിക്ക് സമീപമുള്ള മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ബംഗളൂരു കോട്ടയിലേക്കാണ് എൻ്റെ ആദ്യ യാത്ര. KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ ഈ കോട്ടയിലേക്ക് സൗജന്യമായി പ്രവേശിക്കാം. 1537 വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമന്തനും ബംഗളൂരുവിന്റെ സ്ഥാപകനുമായ കെമ്പഗൌഡ ഒന്നാമനാൽ നിർമ്മിക്കപ്പെട്ട ഒരു മൺകോട്ടയായിട്ടാണ് ബംഗളൂരു കോട്ട അഥവാ ബാംഗ്ലൂർ കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ആയിരത്തി 1761 ഹൈദരാലി മൺകോട്ടയ്ക്ക് പകരം ഒരു കലക്കോട്ട പണിയുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനുമായുള്ള ബ്രിട്ടീഷുകാരുടെ യുദ്ധങ്ങളിൽ കോട്ടയുടെ ഒരു ഭാഗം തകർന്നെങ്കിലും ടിപ്പു സുൽത്താൻ ഈ കോട്ടയെ പുതുക്കി പണിത് കൂടുതൽ വിപുലീകരിച്ചു. 1791 മാർച്ച് 21 മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ലോർഡ് കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ബാംഗ്ലൂർ ഉപരോധിക്കുകയും ടിപ്പു സുൽത്താന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഈ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഒരു മൈൽ ചുറ്റളവുള്ളതും ഒരു വലിയ കിടങ്ങിനാൽ ചുറ്റപ്പെട്ടതും കൊത്തളങ്ങളിൽ ഇടവിട്ട് 26 ഗോപുരമുള്ളതുമായ ഈ വളരെ വലിയ കോട്ടയ്ക്ക് ഡൽഹി ഗേറ്റ്, മൈസൂർ ഗേറ്റ് എന്നീ 2 പ്രധാന കവാടങ്ങളാണ് ഉണ്ടായിരുന്നത്. ആയിരത്തി 1791 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചടക്കിയതിനു ശേഷം 1930 വരെ അവർ കോട്ട പൊളിച്ച് റോഡുകളും കോട്ടയ്ക്കുള്ളിലെ ആയുധപ്പുരകളും ബാരക്കുകളും മറ്റ് പഴയ കെട്ടിടങ്ങളും പൊളിച്ച് കോളേജുകൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, ആശുപത്രികൾ എന്നിവ പണിതു. ഡൽഹി ഗേറ്റും 2 കൊട്ടകളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ബാംഗ്ലൂർ കോട്ടയുടെ 5% മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഇന്നത്തെ വിക്ടോറിയ ആശുപത്രി, കോട്ട് വെങ്കടരമണ സ്വാമി ക്ഷേത്രം, ടിപ്പു സുൽത്താന്റെ സമർ പാലസ്, മക്കാല കൂട്ട പാർക്ക്, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, ഫോർട്ട് ഹൈസ്കൂൾ, ഫോർട്ട് ചർച്ച്, മിൻഡോ ഒഫ്താൽമിക് ആശുപത്രി, കിംസ് ആശുപത്രി ക്യാമ്പസ് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം ഒരു കാലത്ത് ബാംഗ്ലൂർ കോട്ടയുടെ ഭാഗമായിരുന്നു. ബംഗളൂരു കോട്ടയുടെ വിശേഷം നടക്കുന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. പുത്തൻ യാത്രാവിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.